ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കോഴിക്കോടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിലും FACTയിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ്. അപ്പോൾ നമുക്കൊരു 2 നോട്ടിഫിക്കേഷൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ടെക്നിക്കൽ സപ്പോർട്ട് സ്റ്റാഫ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒരൊഴിവാണ് വന്നിരിക്കുന്നത്. ഏജ് ലിമിറ്റ് വരുന്നത് 35 വയസ്സ് വരെയാണ്. മന്ത്ലി റിമ്യൂണറേഷൻ 24,300 രൂപയാണ് ലഭിക്കുക. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ CS അല്ലെങ്കിൽ CE അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ECE അല്ലെങ്കിൽ EEയിലുള്ള 3 വർഷത്തെ ഫുൾ ടൈം ഡിപ്ലോമയാണ്. അല്ലെങ്കിൽ BCA അല്ലെങ്കിൽ BSc ഇൻ CS അല്ലെങ്കിൽ CE അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ECE അല്ലെങ്കിൽ EE ആണ്. അല്ലെങ്കിൽ BTech ഇൻ CS അല്ലെങ്കിൽ CE അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ECE അല്ലെങ്കിൽ EE അല്ലെങ്കിൽ BE ഇൻ CS അല്ലെങ്കിൽ CE അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ECE അല്ലെങ്കിൽ EE അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ MSc ഇൻ CS അല്ലെങ്കിൽ CE അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ECE അല്ലെങ്കിൽ EE ആണ്. കൂടാതെ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള നോളജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രൊഫിഷ്യൻസി ഇൻ MS Excel, പവർ പോയിൻ്റ്, വേഡ്, സൂം, ടീംസിലുള്ള നോളജും ആവശ്യമാണ്. കൂടാതെ പ്രൊഫിഷ്യൻസി ഇൻ എനി ഡിസൈനിങ് അല്ലെങ്കിൽ AI ടൂൾസ് ഡിസൈറബിൾ ക്വാളിഫിക്കേഷനാണ്. ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും സമയവും പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈനായി അപ്ലൈ ചെയ്യേണ്ട അവസാന ഡേറ്റ് വരുന്നത് 22/12/2025 വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ഫോട്ടോഗ്രാഫും റെലവൻറ്റ് സർട്ടിഫിക്കറ്റുകളും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളും CVയും സിഗ്നേച്ചറും ഓൺലൈനായി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. 1 വർഷത്തേക്കുള്ള കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. എന്നാൽ നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ചിട്ട് അത് നീട്ടിക്കിട്ടാൻ സാധ്യതയുണ്ട്. അപേക്ഷകൾ വിശദമായി പരിശോധിച്ചതിന് ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായി വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അടുത്തത് FACTയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡിൽ ഡ്രാഫ്റ്റ്സ്മാൻ നഴ്സിംഗ് തസ്തികകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ്. ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡിൽ ഡ്രാഫ്റ്റ്സ്മാൻ തസ്തികയിൽ നിയമനം നടത്തുന്നുണ്ട്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെൻറ്റേഷൻ, സിവിൽ, കെമിക്കൽ വിഭാഗങ്ങളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. താൽക്കാലിക നിയമനമാണ്. വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഡിപ്ലോമയും ഓട്ടോകാഡ് അല്ലെങ്കിൽ CAD സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഡ്രാഫ്റ്റിംഗ് ജോലി ചെയ്യാൻ അറിഞ്ഞിരിക്കണം. കൂടാതെ കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. മതിയായ പരിചയസമ്പന്നരായ ഉദ്യോഗാർത്ഥികൾ ഇല്ലെങ്കിൽ 1 വർഷത്തെ പരിചയമോ മുൻ പരിചയമോ ഇല്ലാത്തവരെയും പരിഗണിക്കും. പ്രായപരിധി 1/12/2025 35 വയസ്സ് വരെയാണ്. സർക്കാർ മാനദണ്ഡങ്ങൾ അനുസരിച്ച് സംവരണ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് ഇളവുകൾ ലഭിക്കും. ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടില്ല. എഞ്ചിനീയറിംഗ് ഡ്രാഫ്റ്റിംഗ് സോഫ്റ്റ്വെയറിലെ പ്രായോഗിക നൈപുണ്യ പരീക്ഷ വിജയിക്കുന്ന ഉദ്യോഗാർത്ഥികളെ ആയിരിക്കും അന്തിമ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. നിയമനം ലഭിക്കുന്നവർക്ക് 25,000 മുതൽ 26,530 രൂപ വരെ ശമ്പളം ലഭിക്കുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 16/12/2025 വരെയാണ്. അടുത്തത് മെയിൽ നഴ്സ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് പാസും ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറിൽ 3 വർഷത്തെ ഡിപ്ലോമയും അല്ലെങ്കിൽ BSc നഴ്സിംഗുമാണ്. കൂടാതെ കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ നിർബന്ധിത രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. UGC അല്ലെങ്കിൽ AICTE അല്ലെങ്കിൽ AIU അല്ലെങ്കിൽ നഴ്സിംഗ് കൗൺസിൽ അംഗീകരിച്ച മുഴുവൻ സമയ റെഗുലർ കോഴ്സുകൾ മാത്രമേ അംഗീകരിക്കൂ. പാർട്ട് ടൈം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രൈവറ്റ് അല്ലെങ്കിൽ ഓഫ് ക്യാമ്പസ് യോഗ്യതകൾ പരിഗണിക്കില്ല. വിമുക്ത ഭടന്മാർക്ക് ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. എമർജൻസി അല്ലെങ്കിൽ കാഷ്വാലിറ്റി വിഭാഗം, ICC യൂണിറ്റ് അല്ലെങ്കിൽ ഒക്കുപേഷണൽ ഹെൽത്ത് സെൻറ്റർ എന്നിവയിൽ പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട്. ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടില്ല. പരമാവധി പ്രായപരിധി വരുന്നത് 50 വയസ്സ് വരെയാണ്. സംവരണ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും. സ്കിൽ ടെസ്റ്റ് നടത്തിയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. നിയമനം ലഭിക്കുന്നവർക്ക് 30,000 മുതൽ 45,000 രൂപ വരെ ശമ്പളം ലഭിക്കുന്നതാണ്. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഡിസംബർ 10 വരെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായി വായിച്ച് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു 2 നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്.
താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.